എപ്പോഴും തൻ്റെ കുഞ്ഞിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സംസാരിക്കുന്നതിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന താരമായി മാറിയിരിക്കുകയാണ് കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ. ഓമിക്കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്തകൾക്ക് കാതോർത്തിരുന്ന് കേൾക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണെന്ന് തന്നെ നമുക്ക് പറയാം. ആരാധകർ വളരെയധികം പെട്ടെന്ന് തന്നെയാണ് ദിയയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത്. ഇപ്പോഴിതാ നിങ്ങൾക്ക് വേദനയായാലും നിങ്ങളുടെ ഫീലിങ്സ് ഞാൻ ഹേർട്ട് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, എനിക്കെൻ്റെ കുഞ്ഞാണ് വലുത് എന്ന് ദിയ പറഞ്ഞെത്തിയിരിക്കുകയാണ്. കുഞ്ഞിനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിലൂടെ നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. എനിക്കെൻ്റെ കുഞ്ഞ് കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്ന ഇടത്ത് എനിക്കൊരിക്കലും നിങ്ങളെ മാത്രം നോക്കേണ്ട കാര്യമില്ല. എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷയാണ് നോക്കേണ്ടത്. അതിപ്പോൾ ആര് തന്നെ ആയാലും അങ്ങനെ തന്നെയാണ് എന്നാണ് ദിയ പറയുന്നത്. ദിയ പറയുന്നതിലൂടെയും എല്ലാവർക്കും അത് തന്നെയാണ് മനസ്സിലാകുന്നതും. ദിയോടുള്ള സ്നേഹമൊന്നും ഒരു ഇറ്റ് പോലും കുറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അതേപോലെ സ്നേഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ദിയയ്ക്ക് ഇത്രമാത്രമാണ് എല്ലാവരോടും പറയാനുള്ളത്. തന്നെ സ്നേഹിക്കുന്നതിനും തന്നെ കുഞ്ഞിനെ സ്നേഹിക്കുന്നവരെന്നും ഒക്കെ തന്നെയും തൻ്റെയോ കുഞ്ഞിൻ്റെയോ ശരീരത്തിൽ തൊടാൻ പാടില്ല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും എന്നെ തൊടാൻ ശ്രമിക്കാറില്ലല്ലോ. അങ്ങനെ ഭൂരിഭാഗം പേരും ശ്രമിച്ചിട്ടുമില്ല. എന്നെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ തൊടുന്നതോ ഒന്നും എനിക്കും അധികം ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെയും. പക്ഷേ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അസുഖങ്ങൾ വേഗം പാലിക്കും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ കാണുന്ന ഒരു കാഴ്ചയാണ് കുഞ്ഞുങ്ങളെല്ലാവരും എടുക്കുകയും കവളിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ അത്തരത്തിൽ കൊഞ്ചുന്നതിനോടും തനിക്ക് വലിയ താല്പര്യമില്ല. അതിനേക്കാൾ ഉപരി കുഞ്ഞിനെ അങ്ങനെ ഉമ്മ വയ്ക്കുന്നതിലും എനിക്ക് വലിയ ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലുള്ളവർ പോലും ചിലപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് വളരെയധികം വിഷമത്തിലേക്ക് പോകാറുണ്ട് എന്ന് പറയുന്നു. ആരാണ് ഉമ്മ വെച്ച് പോകാത്തത്? ഒരിക്കൽ ഇഷാനിയുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇഷാനി തൻ്റെ വീഡിയോ, അതായത് തൻ്റെ സോഷ്യൽ മീഡിയയിലെ ഇൻ്റർവ്യൂവിനിടയിൽ സംസാരിക്കുന്നതാണ്. ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ്. ഓരോ പ്രേക്ഷകർ ഓരോ കാര്യങ്ങളാണ് പലപ്പോഴും സംസാരിക്കുന്നത്. ഓമയെക്കുറിച്ച് കുറച്ചധികം പ്രൊട്ടക്റ്റീവാണ് ദിയ എന്ന അമ്മ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ദിയ അങ്ങനെ പറയുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ദിയ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ദിയയുടെ ഭാഗം നോക്കിയാലില്ല. പക്ഷെ മറ്റുള്ളവർ ഓമിയെ കാണുമ്പോൾ ആ സ്നേഹത്തിലാണ് എത്തുന്നതെന്നും അവർക്ക് കുഞ്ഞിനെ ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കണമെന്നോ യാതൊരു ആഗ്രഹവും ഇല്ലാത്തവരായിരിക്കുമെന്നും പ്രേക്ഷകർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെയാണ് ആരാധകർ ഈ വാർത്തയ്ക്ക് നല്ല രീതിയിൽ തന്നെയുള്ള വാർത്തയായി മാറ്റാനും പറ്റുന്നത്. ആരാധകരുടെ സോഷ്യൽ മീഡിയ പേജിലെല്ലാം തന്നെ ഈ വാർത്ത അങ്ങനെയാണ് കാണപ്പെടുന്നതും. ഇപ്പോൾ ദിയ പങ്കുവെക്കുന്നതും അശ്വിൻ്റെ വീട്ടുകാരെ പോലും ഉദ്ദേശിച്ചാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതനുസരിച്ച് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. അശ്വിൻ പോലും കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവെച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലും ഈ പ്രശ്നങ്ങളെ തുടർന്നാണോ സംസാരിക്കുന്നതെന്ന് പോലും പലർക്കും സംശയമുണ്ടായിരുന്നു. എന്തിനി അശ്വിനും ദിയയും തമ്മിൽ സംസാരമുണ്ടായാലും അല്ലെങ്കിൽ ഇവർ പോസ്റ്റ് പങ്കുവെച്ചാലും അതെല്ലാം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണോ എന്ന് മാത്രമാണ് ഭൂരിഭാഗം പേരും ചിന്തിക്കുക. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.